ആർച്ചേ, വലിയൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? ഇന്ന് മുതൽ ഒരു മാസത്തിന് നമ്മളോടൊപ്പം താമസിക്കാൻ ഒരു അതിഥി വരുന്നുണ്ട്. ആര്? നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. അമിതാഭ് ബച്ചൻ? അല്ല. ഷാരൂഖ് ഖാൻ? ആർച്ചേ, നിനക്ക് ഹിന്ദി സിനിമാ നടന്മാരുടെ പേര് മാത്രമേ അറിയൂ. എന്നാ പിന്നെ മമ്മൂട്ടി, മോഹൻലാൽ? കുന്തം. നമ്മുടെ ഇളയച്ചന്റെ മോള് മീനാക്ഷി, അവള് വരുന്നുണ്ട്. മീനാക്ഷിയോ? എന്താ കാര്യം? അവളെ PG കഴിഞ്ഞിട്ട് IAS കോച്ചിങ്ങിന് ഇവിടെ വരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാന്നൊക്കെ അവള് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇപ്പോഴത്തെ ഈ ഹോസ്റ്റലൊന്നും ശരിയല്ല. ഈ പിള്ളേരും കൂട്ടുകെട്ടൊക്കെ ആയി കഴിഞ്ഞാൽ വഴിതെറ്റിപ്പോകാൻ വലിയ സമയമൊന്നും വേണ്ട. മാത്രമല്ല നമ്മളിവിടെ താമസിക്കുമ്പോൾ എന്തിനാണ് ഹോസ്റ്റലിൽ പോയി നിൽക്കണതെന്ന് ഞാൻ പറഞ്ഞു. ഈ കാര്യത്തിൽ അവളുടെ ഇഷ്ടമാണ് നോക്കേണ്ടത്. അതെ, അങ്ങനെ വലിയ കാര്യങ്ങൾ തീരുമാനം എടുക്കാനൊന്നും അവളായിട്ടില്ല. അവള് കൊച്ചു കുട്ടിയാണ്. IAS പഠിക്കാൻ പോകുന്ന കുട്ടിക്കാണോ തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത? അതെ, നീ എന്ത് പറഞ്ഞാലും ഇന്ന് മുതൽ ഒരു മാസത്തേക്ക് എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ടാവും. ആയിക്കോട്ടെ. അവൾ എപ്പോഴാ വരുന്നേ? ഉച്ച കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങും. ഏതാണ്ട് 5 മണിയൊക്കെ ഇവിടെ എത്തും. ഹലോ സാർ. ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷം നോക്കിക്കൊണ്ടിരിക്കുക. സാറ് സ്റ്റേഷനിലൊന്നും പോയില്ലേ? പോണം. ഉണ്ണിയാർ ചേച്ചിയില്ലേ? പുറത്തോട്ടൊന്നും കണ്ടില്ല. അകത്ത് ഇഷ്ടം പോലെ സ്ഥലമുള്ളപ്പോൾ എന്തിനാ പുറത്തിറങ്ങിക്കണേ? ഞാനേ അങ്ങോട്ട് വരണം ഓർത്തിരിക്കുകയായിരുന്നു. സമയം കിട്ടിയില്ല. ഞാൻ ഇന്ന് അങ്ങോട്ട് വരാവേ. വേണ്ട, ഞാനിപ്പോൾ പോവും. ചേച്ചി ഉണ്ടാവുമല്ലോ അവിടെ. ചേച്ചി ഇപ്പൊ പോവും. ബെന്നി, എന്തോ? ഇപ്പൊ വരാവേ. ആ ചേച്ചി. ഇവ എനിക്ക് പണിയുണ്ടാക്കും. ആർച്ചേ, ഞാൻ ഒന്നുകൂടെ ആലോചിച്ചപ്പോഴാണ് നീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മീനാക്ഷി ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് സേഫ്. എന്തു പറ്റി? അതേ, അപ്പുറത്തെ വീട്ടിലെ ആ വായി നോക്കി ചെറുക്കനിവിടെ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി. അവൻ ഇന്നലെ വന്നപ്പോൾ തന്നെ നിന്നെ പഞ്ചായത്ത് അടിച്ചുകൊണ്ടാണ് വന്നത്. അവനിവിടെ ഉള്ളിടത്തോളം കാലം മീനാക്ഷി സേഫ് അല്ല. സത്യം എന്തൊക്കെയാ പറയുന്നേ? അവൻ അവിടെയാണെങ്കിൽ നമുക്കെന്താ? അവനാള് കുഴപ്പക്കാരനാണ്. പക്ഷെ അവൻ ആ വീട്ടിലും മീനാക്ഷി ഈ വീട്ടിലും അല്ലേ? ആ വീടിന്റെ വരാന്തയിൽ നിന്ന് നോക്കിയാൽ ഈ വീടിന്റെ വരാന്ത കാണാം. അതുകൊണ്ടേ അത് വേണ്ട. അപ്പൊ പിന്നെ സത്യേട്ടൻ ഒരു കാര്യം ചെയ്യേ, അവളൊരു പെട്ടിയിൽ അടച്ച് ഒളിപ്പിച്ച് വെക്ക്. ആർച്ചേ, എന്റെ സത്യേട്ടാ, ബെന്നിയെ പേടിച്ച് അവളെ ഇവിടെ താമസിപ്പിക്കാതിരുന്ന പുറത്തിറങ്ങിയ 1000 ബെന്നിമാരുണ്ടാവും. അല്ലെങ്കിൽ തന്നെ അവള് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചതല്ലേ, അവിടെയൊക്കെ ഉണ്ടായിരുന്നില്ല ആൺകുട്ടികള്. ഇതുവരെ അവളൊരു പേരുദോഷം ഉണ്ടാക്കിയില്ലല്ലോ. അവള് നല്ല കുട്ടിയാ സത്യേട്ടാ. അല്ലെങ്കിൽ തന്നെ അവൾ ഇനി ഇവിടെ താമസിപ്പിക്കില്ല എന്ന് പറഞ്ഞാ ഇളയച്ചൻ എന്ത് വിചാരിക്കും? നമുക്കിവിടെ താമസിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തോണ്ടെന്നല്ലേ? ആലീസേ, ആ, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്തേ? സത്യേട്ടന്റെ ഇളയച്ചന്റെ മകൾ ഒരു മീനാക്ഷിയുണ്ട്. MA കഴിഞ്ഞ് നിൽക്കുക. അവള് സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇന്ന് വരും. ആണോ? സിവിൽ സർവീസ് എന്നൊക്കെ പറഞ്ഞാലേ ഒരുപാട് പഠിക്കാനുണ്ടാവും. സത്യേട്ടൻ പറഞ്ഞു അവള് ഹോസ്റ്റലിൽ നിൽക്കട്ടേന്ന്. ഞാൻ പറഞ്ഞു ഇവിടെ നിന്നാ മതിയെന്ന്. മീനാക്ഷി പഠിക്കാൻ പിടിക്കുക. അവൾക്ക് MAക്ക് റാങ്ക് ഉണ്ടായിരുന്നു. സിവിൽ സർവീസ് കിട്ടുമെന്ന് ഉറപ്പാണ് അവക്ക്. കുടുംബത്തിലൊരു IAS കാരി ഉണ്ടാവെന്ന് പറഞ്ഞാ നിസ്സാര കാര്യമാണോ ആലീസേ? ഓ, അതെത്ര വലിയ കാര്യമാണോ? ഞങ്ങളുടെ കുടുംബത്തെ എത്ര IAS കാരുണ്ടെന്നറിയോ? ഉണ്ടോ? ആരാ? പിന്നെ എന്റെ ഒരു അങ്കിള്, പിന്നെ എന്റെ ഒരു ആന്റിയുടെ മോൻ, എല്ലാരും IAS കാരാ. മീനാക്ഷിക്ക് IASന് വരെ IPS മതിയെന്നെങ്ങാനും പറഞ്ഞാലാണ് തമാശ. അവസാനം സത്യം അവളെ സല്യൂട്ട് അടിക്കേണ്ടി വരും. ശരി, എന്നാലും എനിക്ക് അടുക്കളയിലെ കുറച്ച് പണിയുണ്ട്. അല്ല, ബെന്നിയില്ലേ? ആളെ പുറത്തൊന്നും കണ്ടില്ല. ആളധികം പുറത്തൊന്നും ഇറങ്ങാറില്ലേ? ബെന്നി മാത്രല്ല, ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാരും അത്യാവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങി സംസാരിക്കാറുള്ളൂ. ശരിയേട്ടാ, എന്നാ ചെല്ലട്ടെ. അലിയ, ഈ ഓറഞ്ച് തന്നെ ശരിയാക്കണം നിർബന്ധമുണ്ടോ? ചോപ്പായാലോ? എടാ, നിനക്ക് ഇഷ്ടമുള്ള ചെയ്. ഏതെങ്കിലും ഒരെണ്ണം മതി, നീ ചെയ്താൽ മതി. എന്നാ പിന്നെ പച്ച ചെയ്യ. ഫാമിലി ആയിട്ട് എങ്ങനെയാണ്? എന്റെ മോളെ കുറിച്ച് ഇപ്പൊ ഓർത്തേയുള്ളൂ. ഇച്ചായ, എന്നാടി ഒരു സംഭവം അറിഞ്ഞാ? അപ്പുറത്തെ സത്യപാലൻ സാറിന്റെ അനിയത്തി അവിടെ നിൽക്കാൻ വേണ്ടി വരുന്നു. ഉണ്ണിയാർച്ചയാ പറഞ്ഞത്. ഞാനെന്താ? അതിനെന്താ? ഒന്നുമില്ലേ? ഒന്നുമില്ല. ഉണ്ട്. എന്ത്? എന്റെ പൊന്നിച്ചായ, അതിന്റെ പേരിൽ എന്തൊരു തള്ളായിരുന്നെന്നറിയോ? ആ കൊച്ചേ സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് വരുവാ.
കോച്ചിങ്ങിന് വരുമ്പോ ഇത്രയും തള്ളാണെങ്കിൽ IAS എങ്ങാനും കിട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? എന്റെ അമ്മോ, നമുക്കൊന്നും ഇവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റൂല കേട്ടാ. അതിനിപ്പോ എന്താ ചേച്ചി IAS കിട്ടാൻ പറഞ്ഞ വലിയ കാര്യല്ലേ? ആണോ ആണോ പഠിക്കാനല്ലേ വരുന്നത്? കിട്ടിയിട്ടില്ലല്ലോ. ഒരു 50,000 പേരെങ്കിലും പരീക്ഷ എഴുതാനും ഉണ്ടാവും. അതിൽ മിടുക്കരായിട്ടുള്ള ഒരു 1000 പേർക്ക് കിട്ടും. എന്തായാലും ഈ പെങ്കൊച്ച അതിലൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിനക്ക് ആ കൊച്ചിനെ നേരിട്ട് അറിയാവോ? ഇല്ല. എന്തിനാടി അറിയാത്ത ഒരു കൊച്ചിനെ കുറിച്ച് ഇങ്ങനെ അനാവശ്യം പറയുന്നേ? ആര് പറഞ്ഞ എനിക്ക് അറിയത്തില്ലെന്ന്? നിനക്ക് എങ്ങനെ അറിയാവുന്ന? പേര് മീനാക്ഷി. അതുകൊണ്ട് പേര് കേട്ടപ്പോ തന്നെ എനിക്ക് ഏകദേശം ആളുടെ സ്വഭാവമൊക്കെ മനസ്സിലായി. ചാരു എന്നോട് എല്ലാം പറഞ്ഞു. ചാരുവാ? ആ, അവക്ക് എങ്ങനെ അറിയാം? ഈ ഉണ്ണിയാർച്ച ചാരുവിനോട് വിശദമായിട്ട് ഈ പെങ്കൊച്ചിനെ പറ്റി പറഞ്ഞു. എന്റെ ഇച്ഛായ, എടാ ഈ പെങ്കൊച്ച് മഹാമോശക്കാരിയാന്ന്. എന്റെ പൊന്നാലീസെ, അറിയാൻ പാടില്ലാത്ത കുട്ടിയെ കുറിച്ച് എന്തിനാടി ഇങ്ങനെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എടാ ബെന്നി, നിന്റെ ചേച്ചിക്ക് എന്തിന്റെ കേടാടാ? ചേച്ചി പറയട്ടളിയാ, കേൾക്കാൻ നല്ല രസമില്ലേ? ഒരു ഫാമിലി തന്നെ. ഞാൻ പറയുന്നതായിരിക്കും കുറ്റം. എന്റെ ഇച്ഛായ, ഈ പെങ്കൊച്ച് +2 പഠിക്കുന്ന സമയത്ത് പഠിപ്പിക്കുന്ന സാറിനെ കേറി പ്രേമിച്ച്. അടിപൊളി. ഇങ്ങോട്ട് നോക്ക്. എന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ കറങ്ങാവുന്ന സ്ഥലങ്ങളിൽ മൊത്തം കറങ്ങി നടന്നു. അവസാനം വീട്ടിൽ പിടിച്ച്. ഇങ്ങോട്ട് നോക്കടാ, വീട്ടിൽ പിടിച്ച് കഴിഞ്ഞപ്പോ ഈ വീട്ടുകാരെന്താ ചെയ്തതെന്നറിയോ? ഗുണ്ടകളെ വിട്ടിട്ട് ആ സാറിന്റെ കയ്യും കാലും തല്ലി ഓടിച്ച്. അച്ചടാ. എന്റെ ആലീസെ, ആരെങ്കിലും കുറിച്ച് ഇങ്ങനെ അപരാധം പറയാ. നീ എണീറ്റ് പോയേ. ഫസ്റ്റ് ഞാൻ പറയുന്നതാണോ കുഴപ്പം? കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ? നീ എന്നാ ഒരു കാര്യം ഇവിടെ ഇരുന്ന് പറയും. അല്ലല്ലല്ലേ, ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു. അത് ഞാൻ എവിടെയാണെങ്കിലും പറയും. എന്നാ പിന്നെ നീ ഇവിടെ ഇരുന്ന് പറഞ്ഞോ, എനിക്ക് വേറെ ജോലിയുണ്ട്. നിങ്ങളൊരു ഫാമിലി അല്ലേ, പരസ്പരം നന്നായിട്ട് മനസ്സിലാവും. എടാ ബെന്നി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ ഫാമിലി മൊത്തം മോശക്കാരാന്ന്? അതെങ്ങനെയാ? സ്വന്തം ഭാര്യനെ കയറൂരി വിട്ടേക്കുന്നതാണ് ആ മനുഷ്യൻ. അയാൾക്ക് എങ്ങനെ പെങ്ങളുടെ കാര്യത്തിൽ വല്ല ഉത്തരവാദിത്വം ഉണ്ടാവുമോ? പിന്നൊരു കാര്യം, നീ സൂക്ഷിച്ചോണം. ഞാനോ? പിന്നെ ഞാനാ? ആ പെണ്ണ് കണ്ണും കയ്യും കാണിച്ച് നിന്നെ വശത്താക്കാൻ നോക്കും. നീ അതിലൊന്നും ചെന്ന് ചാടിയേക്കരുത്. നീ അതിലൊന്നും ചെന്ന് ചാടത്തില്ലെന്ന് എനിക്കറിയാം. മണി 5 മീനാക്ഷി കണ്ടില്ലല്ലോ ആർച്ചേ. അവള് വരട്ടെ സത്യേട്ട. സത്യേട്ട ഇങ്ങനെ ആദ്യം പിടിക്കാതെ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു കാരണവശാലും അപ്പുറത്തെ വായി നോക്കി ചെറുക്കനായിട്ട് പരിചയപ്പെടാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. പറ്റുവാണെങ്കിൽ അവളെ ഈ വരാന്തേ പോലും ഇറങ്ങാൻ സമ്മതിക്കരുത്. ഇതൊക്കെ സത്യേട്ട തന്നെ അവളോട് പറഞ്ഞാൽ മതി. ഇവിടെ ആരും ഇല്ലല്ലോ. ആരും ഇല്ലാതെ പിന്നെ കോളിംഗ് ബെല്ല് തനിയെ കേൾക്കൂ. ഇതേ ആരോ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഓടിക്കളഞ്ഞതാണ്. ഇങ്ങനെ അസുഖമുള്ള കുറേ അവന്മാരുണ്ട്, ആലവലാദികൾ. അവനെ കണ്ട് കൈ കിട്ടിയോണ്ടല്ലോ ഇടിച്ചവൻ്റെ സൂപ്പ് ഞാൻ എടുക്കും. എസ്ഐയുടെ വീട്ടിൽ കയറി കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഓടാനുള്ള ധൈര്യം ആർക്കാന്നാ? ഞാൻ